സാറ് പറഞ്ഞു ശരിയാ. എൻ്റെ ലൈഫിൽ ഇദ്ദേഹം പാട്ട് പാടില്ല. ഞാൻ എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ശല്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ വലിയ ഗായകനായിട്ടൊന്നുമല്ല, പക്ഷെ സാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാക്ടീസ് ചെയ്യും. ഈ കക്ഷി ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കണ്ണീര് കാണാൻ പാടില്ല. പക്ഷെ ഞാൻ കാണാം, എൻ്റെ കയ്യിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോൾ ഇരുന്ന് ഏത് കീർത്തനങ്ങളോ ഏത് വർണ്ണോ പ്രാക്ടീസ് ചെയ്യാലും ഈ കാലിട്ട് ഇങ്ങനെ ഇട്ട് അനക്കും. അത് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, അതിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ പാട്ട് എനിക്കിഷ്ടമല്ലെന്ന് പറയും. എന്നിട്ട് ഞാൻ ചെമ്പൈ സ്വാമിയുടെ ഒക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം ഓർക്കുകയാണെങ്കിൽ ഞാനും മോനും ഞങ്ങൾ തായേശോദൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഇരുന്ന് ഭയങ്കര താളടി അറിയാതെ. അപ്പൊ ആ ഒരു സാറ് പറഞ്ഞ വളരെ ശരിയാണ്. അവൻ ചിരിക്കുന്നു, ഇതൊക്കെ അനുഭവിക്കുന്ന ഞാനാണെന്ന്. അവനോട് ഇത് ചോദിക്കാം. അപ്പന്റെ പാട്ട് നീ എൻജോയ് ചെയ്യൂ? നന്നായിട്ട് എൻജോയ് ചെയ്യും. എന്താ കാര്യം? എന്താ അത്? ഒന്നാമത് അപ്പയാണെങ്കിൽ ചില സമയത്ത് നന്നായിട്ട് പാടാം, എന്നാൽ ചില സമയത്ത് കാളരാത്തി മൈക്കല്ലേ നിന്റെ അപ്പനും അമ്മയും കൂടെ ഏറ്റവും അടി കൂടുന്ന കാര്യം എന്തുവാ? ഒപ്പീനിയൻസും സാധനങ്ങളൊക്കെയാ. രണ്ടുപേരും അടികൊണ്ട് അത് അഭിപ്രായ വ്യത്യാസം. അല്ല, അടി ഉണ്ടായി ഇരുട്ടി വിളിക്കുന്ന നീളൂ. ചില സമയത്ത് ഒരു ഇത്തിരി നേരം നീളും, പക്ഷെ എന്നാലും ഒരു ദിവസത്തിന്റെ മേളൊന്നും വരാറില്ല. ഓക്കെ.